ഈ സുന്ദരിക്കുട്ടിയെ നോക്കി, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പല്ലേ ഇത്. നോക്കി എന്ത് രസമുണ്ടെന്ന്. ഇത് എനിക്കൊന്ന് ഈ നടുക്കത്തെ ക്രീം കളറ് എൻ്റെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഡാർക്ക് കളറാണ്. അതിൻ്റെ അരികിലെല്ലാം മജന്ത കളറ്. ഇപ്പം ഇതിനകത്ത് ചെറിയൊരു ചെടിയാണ്, ഒരു പൂവേ ഉള്ളൂ. ഈ സുന്ദരിക്കുട്ടിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. മണമുള്ള ഒരു അടീനിയം പൂവാണിത്. നല്ല രസമാണ്. ഇത് കുഞ്ഞു ചെടിയാണ്. അതിന് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറേ ഉള്ളൂ. മുട്ട് വരുന്ന ലക്ഷണങ്ങളും പോലും കാണുന്നില്ല. കണ്ടോ? ഇതിനകത്ത് കണ്ടോ കരിയിലൊക്കെ കിടക്കുന്നത്. അതൊന്നും കണ്ടൊന്നും വിചാരിക്കരുത് എൻ്റെ അടീനിയത്തിനെല്ലാം ഉണ്ട് ആ പ്രശ്നമല്ല. ഇത് ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലാണ്. മരം കുറച്ച് ദൂരെയാണ്, എങ്കിലും മരത്തിൻ്റെ അടുക്കെയാണ് ഈ ചെടികളെല്ലാം വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു വലിയ സപ്പോട്ട മരമാണ്. വലിയ ഒരെണ്ണമാണ്, നല്ല കനമുള്ള തടിയൊക്കെയാണ്. 25 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ്. ഈ ചെടി കുറച്ചും ആ മുറ്റത്താണ് നിൽക്കുന്നത്. അതിൻ്റെ മുന്നിലാണ് ഈ ചെടികളെല്ലാം മുറ്റത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തെല്ലാം ഇല പൊഴിഞ്ഞ് വീഴും. ഈ സപ്പോട്ടയുടെ ഇല പൊഴിഞ്ഞ് വീഴും. സപ്പോട്ട നമ്മുടെ ചിക്കു പ്ലാന്റിൽ ഇല പൊഴിഞ്ഞ് വീഴുന്നതുകൊണ്ട് തന്നെ ഞാനത് മാറ്റാറില്ല. കാരണം ഇപ്പോൾ ഒരു ചൂട് സമയമല്ലേ, അപ്പോൾ പുതയിടുന്നതിന് പോലെ അതവിടെ കിടന്നോളും. അടുത്ത മഴയ്ക്ക് മുമ്പേ അത് മാറ്റിയാൽ മതി. നമ്മൾ ജൂണിലെ വലിയ മഴയുണ്ടല്ലോ, ആ സമയത്തിന് മുമ്പേ നമ്മളിത് ക്ലീനാക്കും. ഇപ്പോൾ അത് പുതയിടുന്ന പോലെ, നമ്മൾ മൾച്ചിങ് എന്ന് പറയത്തില്ലേ, പുതയിടുക. അതിന് പകരമാണ് ഞങ്ങൾ ഈ ഇല അവിടെ വീണ് കിടക്കുന്നത് മാറ്റാറില്ല. ഇതൊരു മറ്റൊരു സുന്ദരി അടീനമാണ്. ഇത് രസമാണെന്ന് നോക്കി. നല്ല ബേബി പിങ്ക് കളറിലെ മൾട്ടിപ്പെറ്റലാണ്. നല്ല രസമുണ്ടല്ലേ. അതും ഈ പറഞ്ഞതുപോലെ ഒരു പൂ മാത്രമേ ഉള്ളൂ. ചെടി കുറച്ച് വലുതാണെങ്കിലും ഒരു പൂ മാത്രമേ ഉള്ളൂ. അതിനും ഇത് വിടർന്ന് വരുന്നൊക്കെ ഉള്ളൂ. പക്ഷേ ആ സൗന്ദര്യം നോക്കി. നമ്മളൊരു വലിയ പനിനീർ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഇതിന് മണമൊന്നുമില്ല കേട്ടോ. മണമില്ലാത്ത പൂവാണ്. അതിന് മാത്രം അടീനിയത്തിനൊന്നും മണമില്ല. 1-2 എണ്ണത്തിനൊക്കെയാണ് മണമുള്ള. ഇത് മണമില്ലാത്ത ഒരു പൂവാണ്. പക്ഷേ ആ സൗന്ദര്യം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ര ഭംഗിയാണ്. നല്ല രസമില്ലേ കൂട്ടുകാരെ ഈ പൂക്കളൊക്കെ കാണാൻ?